തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ടെക്നിക്കാണ്. ആ ടെക്നിക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ട്രാക്കിൽ എല്ലാവർക്കും ഒന്ന് ട്രയംഫിൻ്റെ ബൈക്സ് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഇവന്റ് നമ്മൾ മലപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് ഈ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട് ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്യാവശ്യം ഒരു പ്രീമിയം ബൈക്കിന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൽ ഇറങ്ങുന്ന സമയത്ത് ഫുൾ ഗിയർ ഇട്ടിട്ടാണ് ഇറങ്ങണത്. റൈഡിങ് ആക്സസ് എല്ലാതും ഗായ്സ്. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ എനിക്ക് ഒരുപാട് ബൈക്സ് കാണാൻ സാധിക്കും. സോ ഇവിടെ ഇന്ന് ട്രയംഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ നമുക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഈ ഒരു ട്രാക്കും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് ജസ്റ്റ് നോക്കിയിട്ട് തരാം. സോ എല്ലാവർക്കും നമ്മളെ പുതിയ വിളിക്ക് ഹൃദ്യമായി സ്വാഗതം. സോ ഇന്നൊരു ഹെവി വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. സോ ലെറ്റ്സ് ഗോ ദ ഫുൾ വീഡിയോ. സോ നമ്മൾ ഇവൻറ്റിന് വന്ന സമയത്ത് നമുക്ക് ഒരുപാടധികം ട്രയംഫിൻ്റെ ബൈക്ക് കാണാനായിട്ട് സാധിക്കും. സ്ക്രാംബ്ലർ ഉണ്ട്, സ്പീഡ് 400, T4, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്ക് സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. സോ അവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ പോയിന്റ് വരുന്നത്. അവിടുന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ട്രാക്കിൽ ഇറങ്ങുന്നവർക്കും. സോ ഈ ഒരു ഇവൻറ്റ് കാണാൻ ഒരുപാടധികം ആളുകൾ വന്നിട്ടുണ്ട്. സോ ചെറിയ കുട്ടികൾ പോലും ഈ ഒരു ഇവൻറ്റ് കാണാൻ വന്നിട്ടുണ്ട്. സോ അവിടെ മഹീന്ദ്ര ഗേറ്റ് വേ എടുക്കുന്നുണ്ട്. സോ ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോവാം. സോ ട്രയംഫിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ് ട്രാക്കർ 400. സോ ഇതാണ് ആ ഒരു മോഡൽ വരുന്നത്. ഭയങ്കര ഒരു സ്പോർട്ടി ലുക്കിലാണ് ശരിക്കും ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സെലിബ്രേറ്റിംഗ് 1 lakh റൈഡേഴ്സ് കാരണം ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ട്രയംഫിൻ്റെ ബാഡ്ജിങ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ട്രയംഫിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് പ്രൊഫൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷനും അതുപോലെ രജിസ്ട്രേഷൻ കൗണ്ടറും അവിടെയാണ് വരുന്നത്. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫൈനലി ട്രാക്ക് ഇവിടെ സെറ്റാക്കിയിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ അവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഒരു 4 പേർക്കാണ് ട്രാക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് സീസണാണ് രണ്ടാമത്തെ സീസൺ വരുന്നത്. സോ ഇങ്ങനെയാണ് ട്രാക്ക് പോകുന്നതുണ്ടോ. സോ ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് അങ്ങനെ വരണം. എന്നിട്ട് അതൊന്നും ജമ്പ് ചെയ്ത് പോകണം. ശരിക്കും എൻ്റെ ക്യാപ്പബിലിറ്റി മനസ്സിലാക്കാൻ പറ്റിയൊരു ട്രാക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ നേരെ കയറിയിട്ട് കണ്ടോ ഇതും ഈ ഒരു ഒബ്സ്റ്റിക്കിളും ജമ്പ് ചെയ്ത് കിടക്കണം. അങ്ങനെയാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് വേണം ലാസ്റ്റത്തെ ആ ഒരു ജമ്പിങ് ചെയ്യണം. അവിടുന്ന് തിരിച്ചു വരണം. ഇതാണ് ഫിനിഷിങ് പോയിന്റ് വരുന്നത്. സോ ഓൾമോസ്റ്റ് ഇതാ റൗണ്ട് ചെയ്തതാ ഫിനിഷ് ആയി വന്നിട്ടുണ്ട്. സോ ഇതിൽ ഇറങ്ങുന്ന സമയത്ത് ഫുൾ ഗിയർ ഇട്ടിട്ടാണ് ഇറങ്ങണത്. റൈഡിങ് ആക്സസ് എല്ലാതും യൂസ് ചെയ്തിട്ടാണ് ട്രാക്കിൽ ഇറങ്ങുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു സേഫ്റ്റി നോക്കിയിട്ടാണ് ഇവർ എല്ലാതും പ്രൊവൈഡ് ചെയ്യണത്. ഗിയർസും ബൂട്ട്സും ഗ്ലൗസും ഹെൽമെറ്റ് എല്ലാതും നമ്മൾ റൈഡറിന് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ട്രയംഫ് ഇതൊരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ക്ലാമറിൻ്റെ കാപ്പബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ട്രാക്ക് ക്ലിയറായിട്ട് കയറാൻ തോന്നുന്നില്ല. കാര്യം അത്രയും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ട്രാക്ക് തരുന്നത് നമുക്ക്. ശരിക്കും ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് ഒരു ഓഫ് റോഡ് അഡ്വഞ്ചർ ഡ്രൈവ് എന്ന് പറയുന്നത്. അത്രയും എഫക്റ്റീവാണ് അതിൻ്റെ ഒരു റിസൾട്ട്. ആ ഒരു ട്രാക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്.
സോ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റും അവിടെ കാണാനായിട്ട് സാധിക്കും. ഭയങ്കര ആംബിയൻസ് ആയിട്ടുള്ള ഒരു ട്രാക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ട്രയംഫിൻ്റെ ഒരു 2 ഫ്ലാഗും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓൾമോസ്റ്റ് ഇതിനൊരു ട്രാക്ക് വരുന്നത്. സോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഓൾമോസ്റ്റ് എല്ലാ ഓബ്സ്റ്റിക്കിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജമ്പിങ് പോയിന്റ് വരെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഓൺ ട്രാക്കാണ്. സോ നമുക്കിവിടെ ഒരു സ്കോർപിയോ പിക്കപ്പ് വേർഷൻ കാണാൻ സാധിക്കും. ഇത് ഗേറ്റ് വേ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. സ്കോർപിയോയുടെ ഒരു പിക്കപ്പ് വേർഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ബ്രാപ്പ് സ്പോർട്ട് എന്ന് പറയുന്ന അക്കാഡമിയുടെ ഒരു വെഹിക്കിളാണ്. സോ അവർ ഈ എക്സ്പീരിയൻസ് ഡ്രൈവും ട്രാക്കൊക്കെ യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ്, അവരുടെ വെഹിക്കിളാണ് ഇത്. സോ ഇതിൽ അത്യാവശ്യം ആഡ് ഓൺസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വീൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 16 ഇഞ്ച് വീൽസാണ് ചെയ്തിട്ടുള്ളത്. MT ടയേഴ്സ്, മഡ് ടയറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റീൽ റിംസും ഒരു ഓഫ് റോഡിങ് ലുക്ക് കിട്ടാൻ വേണ്ടി അതും ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ ബാക്കിൽ ഒരു പിക്കപ്പ് വേർഷൻ കാണാനായിട്ട് സാധിക്കും. സോ ഇതിൽ ട്രാക്കിൽ ബൈക്കൊക്കെ കൊണ്ടുള്ള ഒരു മെയിൻ പർപ്പസിലാണ് ഒരു വെഹിക്കിൾ അവർ യൂസ് ചെയ്യുന്നത്. ബാക്കിൽ ബമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രാപ്പ് സ്പോർട്ട് എന്ന് പറഞ്ഞ അക്കാഡമി. ഒരു 4x4 വെഹിക്കിളാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. സോ ഇതിൻ്റെ ഫ്രണ്ടിലും ഒരുപാട് ആഡ് ഓൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പേഴ്സ് ഫുള്ളി ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു 4x4 എക്യുപ്മെൻറ്റ് ബമ്പറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്നോർക്കലും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു സ്നോർക്കലിൻ്റെ മെയിൻ പർപ്പസ് എന്താ വെച്ചാൽ നമ്മൾ വെള്ളമുള്ള സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് ഇത് വരെയാണ് അതിൻ്റെ വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി. സോ നമുക്ക് ആ ഒരു സ്നോർക്കലുള്ള കാരണം വേണ്ട ഈ ഒരു ഹൈറ്റ് വരെ നമുക്ക് വെള്ളത്തിലൂടെ പോകാൻ ട്രാക്കിൻ്റെ ആ ഒരു ഏരിയക്ക്. കാരണം അവിടെ അത്യാവശ്യം ക്രൗഡ് കൂടിയിട്ടുണ്ട്. ഈ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ട് ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്യാവശ്യം ഒരു പ്രീമിയം ബൈക്കിന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാടധികം ആൾ വന്നിട്ടുള്ളത്. സോ ജസ്റ്റ് ഞാൻ ട്രാക്ക് കാര്യങ്ങൾ കാണിച്ചു തരാം. സോ ഇതാണ് ഒരു ട്രാക്ക് വരുന്നത്. അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന ബൈക്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവരെല്ലാവരും ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ആൾക്കാരാണ്. സോ ഇതിൽ ഒരുപാട് പ്രൊഫഷണൽ റൈഡേഴ്സും ഈ ഒരു കൂട്ടത്തിലുണ്ട്. സോ ബൈക്ക് ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് ഒരു ബൈക്ക് വരുന്നത്. സ്ക്രാംബ്ലറാണ് ഒരു ബൈക്ക് വന്നിട്ടുള്ളത്. വാക്ക് റൗണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഒരു ഡുവൽ എക്സോസ് ടിപ്പ് കാണാൻ സാധിക്കും. സ്ക്രാംബ്ലർ 400X ഒരു ബാഡ്ജിങ് ഒരു വെഹിക്കിൾ വന്നിട്ടുണ്ട്. ഈ ഒരു വെഹിക്കിളാണ് ഈ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. സോ ഇവിടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഗിയേഴ്സിലൂടെയാണ് അവരുടെ ട്രാക്കിൽ ഇറങ്ങിയിട്ടുള്ളത്. ബൂട്ട്സും ജാക്കറ്റും ഗ്ലൗസും ഓൾമോസ്റ്റ് എല്ലാ ഗിയേഴ്സും യൂസ് ചെയ്തിട്ടാണ് അവർ ട്രാക്കിൽ ഇറങ്ങിയിട്ടുള്ളത്. സോ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പോകുന്നു. സോ അവിടെ നിന്ന് നേരെ പോയി അവിടെ നിന്ന് യൂട്ടേൺ എടുക്കും. സോ ആ ഫ്രണ്ടിൽ പോകുന്ന ആളാണ് ഇൻസെഷൻ കൂടുതൽ കൊടുക്കുന്ന ആൾ. സോ ഒരു പുള്ളിക്കാരൊരു പ്രൊഫഷണൽ ഒരു റൈഡറും കൂടിയാണ്, ട്രാക്ക് ഡ്രൈവറാണ്.
സോ ഒരാൾക്കൊരു 4 റൗണ്ടാണ് ഇവിടെ ഡ്രൈവ് ചെയ്യേണ്ടത്. സോ 4 വട്ടം നമുക്ക് ഇതിനുള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രൈവ്. സോ ഇത് പ്രോപ്പർ ഗിയർസിലും അതുപോലെ തന്നെ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ഇവർ ട്രാക്കിൽ ഇറങ്ങുന്നത്. സോ സാധാരണ ഒരാൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല. പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഇവർ ട്രാക്കിലോട്ട് ഇറക്കുന്നത്. എങ്ങനെ ഡ്രൈവ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഹാൻഡിൽ പൊസിഷൻ നോക്കണം, എങ്ങനെ സീറ്റിംഗ് പൊസിഷൻ നോക്കണം, എല്ലാതും ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ഇവർ ട്രാക്കിലോട്ട് ഇറക്കുന്നത്. സോ ഒരു ജമ്പിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ആ ഒരു ജമ്പിങ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ. കണ്ടോ, ചാട് നോക്കൂ. വാവ്. സോ ഇതൊക്കെ അടുത്ത റൗണ്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. സോ ഒരുപാട് പേര് കാണാനും വന്നിട്ടുണ്ട് ഈ ഒരു ഇവൻറ്റ്. സോ അവിടെ ധാരാളം കുട്ടികളും നിൽക്കുന്നുണ്ട് ഒരു ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ട്രാക്കിന്റെ ഓണർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അക്കാഡമി നടത്തുന്ന ഒരു ആളാണ്. ഇവിടെ പേര്? എൻ്റെ പേര് ശ്യാം. ശ്യാം. ഞാൻ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, കോട്ടക്കലിനടുത്താണ്. സോ ഇത് നമ്മുടെ ഓൺ ട്രാക്കാണ്. കിഡ്സിന് അതേപോലെ ജൂനിയർ പിന്നെ സീനിയർ എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അക്കാഡമി തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ടെക്നിക്കാണ്. ആ ടെക്നിക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ട്രാക്കിൽ ഇറങ്ങുന്ന സമയത്ത് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോസ്റ്റ്ലി നമ്മളെ സേവ് ചെയ്യാനുള്ള ഗിയേഴ്സ് ആണ്. ആഫ്റ്റർ ആണ് ബൈക്കിലേക്ക് വരിക. നമുക്ക് എന്ത് വീണാലും അല്ലെ നമുക്ക് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ നിലത്ത് വീണാലും ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടി ബൂട്ട്സ് വേണം, ജാക്കറ്റ് കാരണം എല്ലാതും യൂസ് ചെയ്യണം. ബോഡി ആർമർ, ഹെൽമെറ്റ്, ബൂട്ട്സ് എല്ലാം ഉണ്ട്. ഒരുപാട് ആക്സസറീസും ഉണ്ട് ഈ ഒരു ഗിയർസിലല്ലേ? അതെ. സോ നമുക്ക് സ്ഥലം ലൊക്കേഷൻ കറക്റ്റ് എവിടെ വരുന്നത്? ഇത് മലപ്പുറം ജില്ലയിൽ വേങ്ങര ചേറൂരാണ് നമുക്ക് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. സോ ഇവരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇവരെ എക്സ്പീരിയൻസ് ഡ്രൈവിനും പ്രൊഫഷണൽ ആവാനും പുള്ളിക്കാരെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. നൈസ് ടു മീറ്റ് യു. ഈ ഒരു ഷോറൂമിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് ബ്രോ, വെൽക്കം ടു ചാനൽ. നമ്മുടെ പേര്? നജാദ്. ബ്രോ, ഈ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ഇവന്റിന് മെയിൻ ഫോക്കസ് എന്താണ് വരുന്നത്? നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ മലപ്പുറത്ത് തന്നെ ഫസ്റ്റ് ആയിട്ടാണ് ട്രയംഫ് ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഇറക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രയംഫിൻ്റെ ബൈക്സ് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഇവന്റ് നമ്മൾ മലപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ട്രയംഫിൻ്റെ ബൈക്ക് യൂസ് ചെയ്യുന്നവരെന്നല്ല, ഏത് ബൈക്കുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ട്രയംഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് വരുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. 350 cc ആണ് ഇപ്പോൾ വരുന്നത്. 400 cc ആയിരുന്നു April 1 മുതൽ 350 cc ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതൊന്ന് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഓഫ് റോഡിങ് പർപ്പസിനാണ് ഈ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ ട്രാക്കിൽ ഇറങ്ങേണ്ടത് ഏത് CC ആണ്? 350 cc. അവിടെ ട്രെയിനേഴ്സ് വരുന്നത് 400 cc-ലാണ് ട്രെയിനേഴ്സ് വരുന്നത്. സോ ഇതിൽ കൂടുതലും പുറത്തുനിന്ന് ആൾക്കാരും ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. ഫുൾ പ്രൊഫഷണൽ ആൾക്കാരും ഇവിടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. സോ ഇത് പുതിയ ഇറങ്ങിയ മോഡലാണ് ട്രയംഫിന്റെ. ഇതാണ് ട്രയംഫിന്റെ ട്രാക്കർ 400 എന്ന് പറയുന്ന ഒരു മോഡലാണ്. 350 cc ആണ് വരുന്നത്. 350 cc, 40 PS പവർ, 32 Nm ടോർക്കാണ് വണ്ടിക്ക് വരുന്നത്. പക്ഷേ ഇതൊരു ഏത് സെഗ്മെന്റ് ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്? ഇത് വരുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കഫേ റൈസറും അതുപോലെ സ്പീഡ് 400 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. എല്ലാം ഒരു മിക്സ് ചെയ്തിട്ട് മിക്സ്ഡ് DNA ആണ്. ട്രയംഫിന്റെ തന്നെ എല്ലാ മോഡൽസൊന്നും മിക്സ്ഡ് DNA ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ബാക്കിൽ സീറ്റ് കൗൾ വരുന്നുണ്ട്. എക്സോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാംബ്ലറിൽ വരുന്ന പോലത്തെ ഒരു ഡുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. സീറ്റ് ഇതിനടിയിൽ സീറ്റ് ഉണ്ട്. റിമൂവബിൾ കൗളാണ് വരുന്നത്. സിംഗിൾ ഫ്ലാറ്റ് സീറ്റ് ആണ് ഇതിൽ വരുന്നത്. 13 ലിറ്റർ ടാങ്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നമുക്ക് ഷോറൂമിൽ ഇപ്പോൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് തിരൂര് ഷോറൂം ഉണ്ട്, പെരിന്തൽമണ്ണ ഇപ്പോൾ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കാലിക്കറ്റ്, അതുപോലെ മലപ്പുറം, കണ്ണൂർ, ഇവിടെയൊക്കെ നമ്മൾ ഷോറൂംസ് വരുന്നുണ്ട്. സോ ഇവരുടെ നമ്പർ കാരണം താഴെ കൊടുത്തിട്ടുണ്ട്. മോർ ഡീറ്റെയിൽസ് ഇവരെ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു. സോ ഫൈനലി ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇവർ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. മോർ ഡീറ്റെയിൽസ് അവരെ കോൺടാക്ട് ചെയ്യാം. സെയിൽസ് ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിംഗ് ആണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. സോ കിഡിലം ഓഫേഴ്സ് ഈ ഒരു ഈദ് പ്രമാണിച്ച് ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് വെഹിക്കിൾ ഡെലിവറി എടുക്കുക. നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ ഇവൻറ്റിനെ കുറിച്ച് അഭിപ്രായം ജസ്റ്റ് ഒന്ന് മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ ചെറിയൊരു ബൈക്ക് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.